بحمد ربي أبدأ المنيرة ثم الصلاة والسلام السيرة على نبي اسمه محمد أبوه عبد الله منه مفرد أبوه عبد الله منه مفرد. السلام عليكم ورحمة الله. بسم الله الحمد لله رب العالمين والصلاة والسلام على رسول الله. അബൂ താലിബ് രോഗശയ്യയിലേക്ക് വീണിരിക്കുന്നു. 87 വയസ്സുണ്ട് ഇപ്പോൾ. 87 കഴിഞ്ഞ പ്രായം ചെന്ന വയോധികനായ ഒരു വ്യക്തിയാണ്. 40 കൊല്ലക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിച്ച മനുഷ്യൻ. ചരിത്രത്തിൽ നമ്മൾ വായിച്ചല്ലോ, നമ്മൾ പഠിച്ചല്ലോ, നമ്മൾ മനസ്സിലാക്കിയല്ലോ അബൂ ത്വാലിബിന്റെ റസൂലുള്ളാഹിയോടുള്ള സ്നേഹം. റസൂലുള്ളാഹി കിടക്കുന്ന വിരിപ്പിൽ സ്വന്തം മക്കളെ കൊണ്ടുവന്ന് കിടത്തി മക്കളുടെ സ്ഥാനത്ത് അള്ളാഹുവിന്റെ റസൂലിനോട് ചെന്ന് കിടക്കാൻ പറയുന്നു. എന്തിനാണത്? ശത്രുക്കളെ കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പീഡിപ്പിക്കപ്പെടരുത്, ആക്രമിക്കപ്പെടരുത്. മറുഭാഗത്തൊന്ന് ചിന്തിക്കൂ, അഥവാ ശത്രുക്കൾ വന്നാൽ, റസൂലുള്ളാഹി ആക്രമിക്കാൻ ശത്രുക്കൾ വന്നാൽ ആരെയാണ് ആക്രമിക്കുക? സ്വന്തം മക്കളെ, തന്നോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നവരെ. ആ മക്കളെക്കാൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച, പ്രവാചകനെ പരിഗണിച്ച, 40 വർഷക്കാലം റസൂലുള്ളാഹിക്ക് തണലായി നിന്ന, ഉപരോധത്തിൽ, സങ്കടങ്ങളിൽ, പ്രയാസങ്ങളിൽ, പട്ടിണിയിൽ പ്രവാചകന്റെ കൂടെ ചേർന്ന അബൂ ത്വാലിബ്. നബുവത്തിന്റെ 10ാം വർഷം, ആ 10ാം വർഷത്തിലാണ് എത്തി നിൽക്കുന്നത്. 10 വർഷക്കാലം റസൂലുള്ളാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്, പിറകെ നടന്നു പറഞ്ഞിട്ടുണ്ട്. ഇനി അവസാനത്തെ അവസരമാണ്. അബൂ ത്വാലിബിന്റെ അരികിലേക്ക് ദഖല അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് വരുന്നു. അവസാനമായി ഇസ്ലാമിനെ പറ്റി പറയാനാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്തിക്കാനാണ്. തന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ സഹോദരന് സ്വർഗം ലഭിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെയാണ് റസൂലുള്ളാഹി എത്തിയിട്ടുള്ളത്. വഇൻദഹു അബൂ ജഹൽ അബ്ദുല്ലാഹ് ഇബ്നു അബി ഉമയ്യ. അബൂ താലിബിന്റെ അരികിൽ അബൂജഹലുണ്ട്, മറ്റു ഖുറൈശി നേതാക്കന്മാരുണ്ട്. ആ ശിർക്കിന്റെ കുടിമരങ്ങൾ അവിടെ നിൽക്കുകയാണ്. അവരെന്തിനാണ് നിൽക്കുന്നത്? ഷിർക്കിലായിക്കൊണ്ട് അബൂ ത്വാലിബിനെ മരണപ്പെടുത്താൻ. അവസാന സമയം പോലും സത്യം സ്വീകരിക്കുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്താൻ അള്ളാഹുവിന്റെ റസൂൽ വന്നിരിക്കുന്നതോ അവസാന നിമിഷത്തിലെങ്കിലും അബൂ ത്വാലിബിന് ആ തൗഹീദ് ഒന്ന് കൈമാറാൻ, തൗഹീദ് ഒന്ന് എത്തിച്ചു കൊടുക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ത്വാലിബിന്റെ അരികിലിരുന്നു. ഫഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഐ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രിയപ്പെട്ട പിതൃവ്യ, പ്രിയപ്പെട്ട ഉപ്പയുടെ സഹോദര, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേ, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങളൊന്ന് പ്രഖ്യാപിക്കണമേ. റസൂലുള്ളാഹിയുടെ മനസ്സിലൂടെ എന്തെല്ലാം ഓർമ്മകൾ കടന്നുപോയിട്ടുണ്ടാകും. അനാഥത്വം നിറഞ്ഞ ആ ബാല്യത്തെ കൈപിടിച്ച് സാന്ത്വനിപ്പിച്ച, ആശ്വസിപ്പിച്ച, കൂടെ ചേർത്ത് നിർത്തിയ തന്റെ പ്രിയപ്പെട്ട മൂത്താപ്പയാണ്. എല്ലാവരും തള്ളിപ്പറഞ്ഞപ്പോഴും, എല്ലാവരും ഇതാ ഞങ്ങൾക്ക് വധിക്കാൻ മുഹമ്മദിനെ വിട്ടുതരണമെന്ന് പറഞ്ഞപ്പോഴും വിട്ടുതരാൻ ഒരുക്കമല്ല എന്ന് പ്രഖ്യാപിച്ച് പ്രവാചകനെ ചേർത്തുപിടിച്ച അബൂ ത്വാലിബാണ്. ഉപരോധത്തിന്റെ കാലത്ത് പോലും മക്കളെക്കാൾ പ്രവാചകന് സംരക്ഷണമൊരുക്കിയ ഒരു വലിയ മനുഷ്യൻ. തിരിച്ചു നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം തൗഹീദ് എത്തിക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, കലിമത്തൻ ഉഹാജു ലക ബിഹാ ഇൻദല്ലാഹ്,
ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേ. അള്ളാഹുവിന്റെ കോടതിയിൽ ഞാൻ സംസാരിക്കാം, അള്ളാഹുവിന്റെ കോടതിയിൽ മുത്താഫാക്ക് വേണ്ടി പറയാം, പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. ഫഖാല അബൂജഹൽ, അബൂജഹലിന്റെ ചോദ്യം, അത്തർഗബ് അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മതം വിട്ടുപോവാണോ? കാരണവന്മാരായി നമ്മൾ സ്വീകരിച്ചു വരുന്ന ആദർശം വിട്ട് പുതിയൊരു ആദർശത്തിലേക്ക് പോവുകയാണോ? പാരമ്പര്യം, കാരണവന്മാർ ഒരുപാട് മനുഷ്യരെ ഇന്നും ശിർക്കിൽ കെട്ടിയിടുന്നത് ആ രണ്ട് വാക്കുകളാണ്. സത്യം അറിഞ്ഞിട്ടും തൗഹീദ് അറിഞ്ഞിട്ടും ഇതാ ഭൂരിപക്ഷം അങ്ങനെയല്ലേ, കാരണവന്മാർ അങ്ങനെയല്ലേ, സമൂഹം അങ്ങനെയല്ലേ, ആ ഒരു ചിന്തയുണ്ടല്ലോ, നഷ്ടപ്പെടുത്തുന്നത് ആഖിറമാണ്. അബൂജഹൽ ചോദിക്കാണ്, അബ്ദുൽ മുത്തലിബിന്റെ, നമ്മുടെ നേതാവായ നമ്മുടെ കാരണവനായ അബ്ദുൽ മുത്തലിബ് പഠിപ്പിച്ച ആ വാദത്തുനിന്ന് പോവാണ്, അപ്പൊ അവരൊക്കെ പിഴച്ചവരാണ്, അവരൊക്കെ വഴികേടിലാണ് എന്നാണോ അബൂ താലിബ് നീ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ടേയിരുന്നു, ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാനമായിട്ടെങ്കിലും അദ്ദേഹത്തിന്റെ ചുണ്ടിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രഖ്യാപനം കേൾക്കുമോ എന്ന കൊതിയോടെ. പക്ഷേ അവസാനമായി അബൂ താലിബ് പറഞ്ഞു നിർത്തി, അല മില്ലത്തി അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിലായി മരണപ്പെടുന്നു, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിലാണ്. സമൂഹത്തിന്റെ ആക്ഷേപങ്ങളെ പേടിച്ചു, സമൂഹത്തിന്റെ പരിഹാസങ്ങളെ പേടിച്ചു, സമൂഹത്തിന്റെ കുത്തുവാക്കുകളെ പേടിച്ചു. എത്ര കാലമാണ് ആക്ഷേപം ഉണ്ടാവുക? തൗഹീദിനേക്കാൾ വലുതാണോ സമൂഹത്തിന്റെ നമുക്കുള്ള സ്വീകാര്യത, സമൂഹം നമുക്ക് നൽകുന്ന ആദരവ്? എത്ര കാലം സമൂഹം നമ്മൾ ആദരിക്കും? എത്ര കാലം കുടുംബം നമ്മളെ ബഹുമാനിക്കും? എത്ര കാലം നമ്മളെ കുറിച്ച് നല്ലത് പറയും? മരണത്തിനപ്പുറം നമ്മുടെ വിജയം തീരുമാനിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പ്രഖ്യാപിക്കാൻ, തൗഹീദ് പ്രഖ്യാപിക്കാൻ കുടുംബമോ സമൂഹമോ ഭൂരിപക്ഷമോ മഹല്ലോ ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തടസ്സമാകരുത്. ഇത് പൊട്ടിച്ച് സത്യം മനസ്സിലാക്കിയാൽ ആ സത്യം പ്രഖ്യാപിക്കുക എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല. ഒരുപാട് മനുഷ്യരുണ്ട് തൗഹീദാണ് സത്യമെന്നറിയാം, പക്ഷെ ഉമ്മാക്ക് പ്രയാസാകും, ഉപ്പാക്ക് പ്രയാസാകും, സമൂഹത്തിൽ ഭൂരിപക്ഷവും എനിക്കെതിരാകും. ഞാൻ എന്നും പങ്കെടുക്കുന്ന പള്ളി അതാണ്, ആ മഹല്ലിലുള്ളവർക്കെതിരാകും. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ ചിന്തകൾ കാരണത്താൽ തൗഹീദ് പ്രഖ്യാപിക്കാതെ ജീവിതം തള്ളി നീക്കുന്നവരുണ്ട്. തൗഹീദ് അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല, പ്രഖ്യാപിക്കണം, നാവ് കൊണ്ട് നമ്മൾ പറയണം. മരണാസന്നമായി കിടക്കുന്ന സമയത്ത് പോലും അബൂ ത്വാലിബ് പറയുന്നത്, വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദിൻ, വലഖദ് അലിംതു, എനിക്ക് ഇൽമുണ്ട്, എനിക്കറിയാം മുഹമ്മദിന്റെ ദീനാണ് സത്യം എന്നറിയാം, അറിയാത്തൊരു പ്രശ്നവുമില്ല. എത്രയോ പ്രവാചകന്റെ മുഅ്ജിസത്തുകൾ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട്. റസൂലുള്ളാഹി നബിയാണെന്നറിയാം, വഹ്യുണ്ടെന്നറിയാം, സത്യസന്ധനാണെന്നറിയാം, ഇൽമുണ്ട്, പക്ഷെ പ്രഖ്യാപിച്ചില്ല. സമൂഹമെന്ന ആ ഒരു പേടിയിൽ സത്യം പ്രഖ്യാപിക്കാതെ കാലം കഴിച്ചുകൂട്ടി. പ്രിയമുള്ളവരെ, ആഖിറം നഷ്ടപ്പെട്ടു. റസൂലുള്ളാഹി കണ്ണുകൾ നനച്ചുകൊണ്ട് പറയുന്നുണ്ട്, വല്ലാഹ് ലഅസ്തഗ്ഫിറന്ന ലക മാ ലം ഉൻഹ അൻഹു, തീർച്ചയായും ഞാൻ അങ്ങേക്ക് വേണ്ടി പാപമോചനം ചോദിച്ചുകൊണ്ടേയിരിക്കും, അള്ളാഹു വിരോധിക്കുന്നതുവരെ. റബ്ബ് വിരോധിച്ചു. തൗഹീദില്ലാതെ മരണപ്പെടുന്ന ഒരു മനുഷ്യനു വേണ്ടി ഇസ്തിഗ്ഫാറിനെ ചോദിക്കാൻ പാടുള്ളതല്ല. മാത്രമല്ല അള്ളാഹു ആയത്തിറക്കി, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ. നബിയെ, നിങ്ങൾ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല, അള്ളാഹുവാണ് ഹിദായത്ത് നൽകുന്നവൻ. ഒരാളെ സന്മാർഗത്തിലേക്ക്
നടത്തുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് നമുക്ക് ഹിദായത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാൻ കഴിയും. ഇന്നതാണ് സത്യമെന്ന് അറിയിച്ചു കൊടുക്കാൻ കഴിയും. ഇന്നതാണ് തൗഹീദ് എന്ന് പറയാൻ കഴിയും. പക്ഷേ മനസ്സുകളിൽ മാറ്റം ഉണ്ടാക്കേണ്ടത്, മനസ്സുകളെ തൗഹീദിലേക്ക് എത്തിക്കേണ്ടത് അത് റബ്ബാണ്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുക, നമ്മൾ പറഞ്ഞു കൊടുക്കുക, റബ്ബിനോട് പ്രാർത്ഥിക്കുക. ജീവിച്ചിരിക്കുമ്പോൾ തൗഹീദ് കൈമാറണം. മരണപ്പെട്ടാൽ തൗഹീദ് ഇല്ലാതെ ഒന്നും ഒരാൾക്കും നമുക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മുടെ മാതാപിതാക്കളോട് നമുക്ക് സ്നേഹമുണ്ടല്ലോ, നമ്മുടെ കുടുംബക്കാരോട് നമുക്ക് സ്നേഹമുണ്ടല്ലോ. നമ്മുടെ പ്രിയപ്പെട്ട എത്രയോ ആളുകളുണ്ട് ഇന്നും ഷിർക്കിൽ കഴിയുന്നവർ, ഇന്നും അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, ജാരങ്ങളിൽ ചെന്ന് കൈകൾ നീട്ടുന്നവർ. അവരുടെ ആഖിറം നഷ്ടമാണ്, അവരുടെ പരലോകം നഷ്ടമാണ്. തൗഹീദില്ലാത്ത ഒരു മനുഷ്യന്റെ അമലുകൾ അള്ളാഹു സ്വീകരിക്കില്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ആവർത്തിച്ച് നമ്മൾ പറയണം. റസൂലുള്ളാഹി അബൂ ത്വാലിബിനോട് പറഞ്ഞതുപോലെ അരികിലിരുന്ന് ആവർത്തിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് നമ്മൾ ക്ഷണിക്കണം. അബൂ ത്വാലിബിനെ മക്കയിൽ മറവ് ചെയ്തു. റസൂലുള്ളാഹി അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു, അഹ്വനു അഹ്ലിന്നാർ അദാബൻ അബൂ ത്വാലിബ് വഹുവ മുൻതഇലുൻ ബിനഅലൈൻ യഗ്ലി മിൻഹുമാ ദിമാഗുഹു. നരകത്തിലെ അബൂ ത്വാലിബിന്റെ ശിക്ഷയാണ് 2 ചെരുപ്പ് ധരിപ്പിക്കും. ആ ചെരുപ്പ് ധരിച്ചു കഴിഞ്ഞാൽ തലയിൽ നിന്ന് തലച്ചോറ് ഉരുകിയൊലിക്കുന്ന രൂപത്തിൽ, തലയോട്ടികൾ ഉരുകിയൊലിക്കുന്ന രൂപത്തിൽ അങ്ങനെ തിളച്ചുമറിയുന്ന നരകത്തിലെ ശിക്ഷ. അള്ളാഹു ഷിർക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് അറിഞ്ഞോ അറിയാതെയോ കടന്നു വരുന്നതിനെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ കുടുംബത്തെ ഷിർക്കിൽ നിന്ന് അള്ളാഹു കരകയറ്റുമാറാകട്ടെ. പ്രാർത്ഥിക്കുക തൗഹീദിലായി മരണപ്പെടാൻ, അവസാനം ആദർശത്തിലായി മരണപ്പെടാൻ അള്ളാഹു സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.